അപ്പൊ നമ്മള് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ബയോളജി ഏതുവരെയാ നോക്കിയിരുത്തിയേ? ലാസ്റ്റ് എന്തായിരുന്നു പഠിച്ചേ? പറയൂ പറയൂ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ആണ് ലാസ്റ്റ് പഠിച്ചത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് പഠിച്ചോ? ആ ടീച്ചർ പഠിച്ചു. ഓക്കെ, അത് കംപ്ലീറ്റ് ആക്കിയായിരുന്നല്ലോ. ഓവ്യൂളിന്റെ ആ ഡയഗ്രാം ഒക്കെ തന്നോ? ആ അത് തന്നായിരുന്നു ടീച്ചർ, പറഞ്ഞായിരുന്നു അത്. ഓക്കെ ഓക്കെ. മോണോകോട്സ് ഡൈകോട്സ് ഇതൊക്കെ തന്നില്ലേ? ഒരു ഡയഗ്രാം ടീച്ചർ ഗ്രൂപ്പ് ഇട്ടായിരുന്നു, അത് നമ്മൾ അന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അങ്ങനെ അതാ. ആ ഓക്കെ ഓക്കെ. അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലൈഫ് പ്രോസസ്സസ് കുറിച്ചാണ്. അതായത് ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്ന പ്രോസസ്സുകളെ പറയുന്ന പേരാണ് ലൈഫ് പ്രോസസ്സുകൾ. അതായത് ഇപ്പൊ നമ്മുടെ ബോഡിയിൽ there are like different life processes like digestion, excretion, respiration, circulation, പിന്നെന്താ റീപ്രൊഡക്ഷൻ. ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ലൈഫ് പ്രോസസ്സുകളാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു ലൈഫ് സസ്റ്റെയിൻ ചെയ്തു പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാല് ന്യൂട്രീഷൻ ആണ്. ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എത്ര ടൈപ്പ് ന്യൂട്രീഷൻ ഉണ്ട്? മെയിൻലി എത്ര ടൈപ്പ് ന്യൂട്രീഷൻ ഉണ്ട്? മെയിൻലി ദർ ആർ ടു ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ. നമ്മൾ അതിനെ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്നും ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ എന്നും പറയും. ഇപ്പോൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി വെൻ an organism, അത് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ മെയിൻലി നടക്കുന്ന എവിടെയാണ് നമുക്കറിയാന്നുള്ളത്? പ്ലാന്റ്സിലാണ് അല്ലെ? അപ്പോൾ പ്ലാന്റ്സിൽ വെൻ ഇറ്റ് സിന്തസൈസസ് ഇറ്റ്സ് ഓൺ ഫുഡ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഓൺ അതിന്റെ എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് സ്വന്തമായിട്ട് അത് ഉണ്ടാക്കുന്നു എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയാം. So autotrophic nutrition is in which the plants or bacteria or whatever is there, it makes their own food using sunlight or chemicals. And autotrophic nutrition is again divided into two types, that is photoautotrophic nutrition and then chemoautotrophic nutrition. Photoautotrophic nutrition എന്ന് പറയുന്നത് it is when the plants utilizes, അതായത് ഫോട്ടോസിന്തസിസ് ചെയ്തുകൊണ്ട് ന്യൂട്രീഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ചെയ്തുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫോട്ടോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. അതായത് സൺലൈറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫോട്ടോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. വെൽ കീമോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ കെമിക്കൽസ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ വഴി ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയ, ഇവരുടെയൊക്കെ ന്യൂട്രീഷൻ അവർക്ക് കിട്ടുന്നത് നൈട്രോജൻ ഫിക്സ് ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സർട്ടൻ കെമിക്കൽ റിയാക്ഷൻസ് വഴി കിട്ടുന്ന ന്യൂട്രീഷൻ കിട്ടുന്നവരാണ് കീമോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുക. ഫോട്ടോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ദേ യൂട്ടിലൈസ് സൺലൈറ്റ് ഫോർ ദെയർ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ്. I can't share my whiteboard. Okay. Okay. അപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂട്രീഷൻ രണ്ട് ടൈപ്പാന്ന് പറഞ്ഞു, ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും. സോ ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ the plants or bacteria which are able to
ക്രിയേറ്റ് ദെയർ ഓൺ ഫുഡിനെയാണ് നമ്മൾ എന്താ പറയാ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്ത നെക്സ്റ്റ് കൈൻഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. എന്താ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ? എന്താ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ? അൺമ്യൂട്ട് ചെയ്യടാ. വാട്ട് ഈസ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ? That cannot produce their own food. അതെ, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ഈസ് വെൻ ദേ കനോട്ട് പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ്. അവരെന്ത് ചെയ്യും? വേറെ ഓട്ടോട്രോഫ്സിന് അല്ലെങ്കിൽ വേറെ അനിമൽസിനെ ഡിപ്പെൻഡന്റ് ആയിട്ടായിരിക്കും അവർക്ക് ന്യൂട്രീഷൻ കിട്ടുക. അതിനാണ് ഹെറ്ററോട്രോഫിക് എന്ന് പറയാം, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഇപ്പൊ ആനിമൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹ്യൂമൻസ് ആയിക്കോട്ടെ എല്ലാം തന്നെ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനിൽ വരുന്നതാണ്. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ തന്നെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് എന്താണ്? ഹോളോസോയിക്. ഹോളോസോയിക് എന്ന് പറയുമ്പോഴത്തേക്കും ദ കൈൻഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ലൈക്ക് നമ്മൾ ഇൻഗൾഫ് ചെയ്യുന്ന അല്ലെങ്കിൽ കഴിക്കുന്നത്, എന്തെങ്കിലും കഴിക്കുന്ന രീതിയിലുള്ള ഈറ്റിംഗ് എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഹോളോസോയിക് ന്യൂട്രീഷൻ. സോ ഹോളോസോയിക് ന്യൂട്രീഷൻ ഈസ് എ കൈൻഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് യു എൻഗൾഫ് ഫുഡ്, ലൈക്ക് ഇൻ സോളിഡ് ഓർ ഇൻ ലിക്വിഡ് ഫോംസ് യു എൻഗൾഫ് ഫുഡ്. അതിനെയാണ് നമ്മൾ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ഹോളോസോയിക് ന്യൂട്രീഷനിലാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ എല്ലാവരും വരുന്നത് ഏതിലാണ്? ഹോളോസോയിക് ന്യൂട്രീഷനിലാണ്. ദെൻ രണ്ടാമത്തെ കൈൻഡ് ഓഫ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നതാണ് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? സാപ്രോഫൈറ്റിക് ന്യൂട്രീഷനിൽ ദി ഓർഗാനിസംസ് ദേ ഫീഡ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേഡ് ഓർഗാനിസംസ്. അതായത് ഇവർക്ക് ഇവരുടെ ന്യൂട്രിയൻസ് കിട്ടുന്നത് ഡെഡ് ആൻഡ് ഡീക്കേഡ് ഓർഗാനിസത്തിൽ നിന്നാണ്. അതായത് ഇപ്പോ നമ്മൾ എന്തെങ്കിലും തടിയോ ലൈക്ക് വുഡ്, എന്താ പറയാ ഡീകമ്പോസിംഗ് ആയിട്ടുള്ള വുഡോ അല്ലെങ്കിൽ ബോഡീസ് ആയിക്കോട്ടെ ആനിമൽ കാർക്കാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ഓർഗാനിക് മാറ്ററും വെൻ ഇറ്റ് ഡീകമ്പോസസ് there are certain organisms which receive their nutrients from those decomposing മെറ്റീരിയൽസ്. അതിനെയാണ് നമ്മൾ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫോർ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ ഈസ് ഫംഗസ് ആൻഡ് then you have penicillium, then you have rhizobium, bread mold. These are all examples of saprophytic nutrition. So some people often ask the question, അപ്പോൾ സാപ്രോഫൈറ്റിക്കും സ്കാവഞ്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ വേറൊരു ഐറ്റം ഉണ്ട്, അതിന്റെ പേരാണ് സ്കാവഞ്ചർ. ഇപ്പൊ നമ്മുടെ ക്രോ ആയിക്കോട്ടെ അല്ലെങ്കിൽ വൾച്ചേഴ്സ് ആയിക്കോട്ടെ ഇതൊക്കെ സ്കാവഞ്ചേഴ്സിൽ വരുന്നതാണ്. അപ്പൊ സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാല് ഇപ്പോ ദേ ഫീഡ് ഓൺ, അവരും ഡെഡ് ബോഡീസിൽ അല്ലെങ്കിൽ ഡെഡ് ഓർഗാനിസത്തിൽ അവർ ഫീഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അവർ അതിനെ കഴിക്കുകയാണ് ചെയ്യുന്നത്, അതായത് എൻഗൾഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നില്ല, അതിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നില്ല. ഓക്കെ, സോ അതാണ് സ്കാവഞ്ചർ തമ്മിലുള്ള വ്യത്യാസം. സോ സ്കാവഞ്ചേഴ്സ് ആർ ദോസ് ലൈക്ക് ദോസ് ഓർഗാനിസംസ് ലൈക്ക് ഈവൻ വൾച്ചേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ നമ്മുടെ ക്രോ ആയിക്കോട്ടെ, ദീസ് ഓൾ ദേ ഫീഡ് ഓൺ ഡെഡ് ബോഡീസ്. ബട്ട് അവർ അതിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അതിനെ വെയിറ്റ് ചെയ്യുന്നില്ല. ദേ ഫീഡ് ഓൺ ഡെഡ് ബോഡീസ്, അവരെന്നെ കൊത്തി കഴിക്കുകയാണ് ചെയ്യുന്നത്. സോ scavengers are different from saprophytic organisms. Saprophytic organisms, they receive their nutrients from decomposing bodies. Okay, then another type of heterotrophic nutrition is called parasitic nutrition. Parasitic nutrition is in which the organism, they depend on the another organism. അതിനെ നമ്മൾ ഹോസ്റ്റ് ബോഡി എന്നും പറയും. അതായത് ഏത് ഓർഗാനിസത്തിലാണോ അത് ഡിപ്പെൻഡന്റ് ആയിട്ടിരിക്കുന്നത് അതിനെ ഹോസ്റ്റ് എന്ന് പറയും. സോ an organism depends or lives in another organism for their nutrition. അതിനെയാണ് എന്തെന്ന് പറയാം? പാരസൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? Okay, teacher. ഓക്കെ,
ഓട്ടോട്രോഫിക് ന്യൂട്രീഷനിൽ നമ്മൾ പറഞ്ഞു അതിലൊന്നാണ് ഫോട്ടോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. ഫോട്ടോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഫോട്ടോസിന്തസിസ് വഴി എന്ത് ചെയ്യുന്നു, ന്യൂട്രീഷൻ അവർക്ക് കിട്ടുന്നു. അതിനെയാണ് നമ്മൾ ഫോട്ടോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസിൽ എന്താ നടക്കുന്നത്? പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് പിന്നെ എന്തിന്റെയും കൂടെ പ്രസൻസിൽ, വാട്ടറിന്റെ പ്രസൻസിൽ എന്തിന്റെ പ്രസൻസില? സൺലൈറ്റ് ആരാ അബ്സോർവ് ചെയ്തെടുക്കുന്നത്? സൺലൈറ്റ് ആരാണ് അബ്സോർവ് ചെയ്യുന്നത്? ഞാൻ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ സൺലൈറ്റ്? പ്ലാന്റ്സ് ആണ് വലിച്ചെടുക്കുന്നത്. പ്ലാന്റ്സിൽ ആരാണ് സൺലൈറ്റ് വലിച്ചെടുക്കുന്നത്? പ്ലാന്റ്സില് ക്ലോറോഫിൽ അല്ലേ ഗ്രീൻ പിഗ്മെന്റ്? ക്ലോറോഫിൽ കാരണം അല്ലേ സൺലൈറ്റ് വലിച്ചെടുക്കുന്നേ. സോ photosynthesis is the process in which carbon dioxide and water is converted to glucose in the presence of sunlight with the help of chlorophyll and releasing the oxygen release ചെയ്യുന്നു. Okay, this is what photosynthesis is. നിങ്ങൾക്ക് ഇക്വേഷൻ തന്നിട്ട് ഇതില് ഈ C6H12O6 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. എന്താണ്? ദിസ് ഈസ് എ സിംപ്ലി ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ എന്ന് നമുക്ക് പറയാം. ഷുഗർ മോളിക്യൂൾസ് നമുക്കറിയാം, ഗ്ലൂക്കോസ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? ഇപ്പോ ഈ കാർബോഹൈഡ്രേറ്റ്സിന് അല്ലെങ്കിൽ ഈ ഉണ്ടായിരിക്കുന്ന ഈ സാധനം ഷുഗർ എന്നോ ഗ്ലൂക്കോസ് എന്നോ കാർബോഹൈഡ്രേറ്റ് എന്നോ ഒക്കെ നമുക്ക് പറയാം. ഈ സാധനത്തിന് പ്ലാന്റ്സ് സ്റ്റോർ ദീസ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. ഓക്കെ, plants store carbohydrates in the form of starch. Animals store carbohydrates in the form of എന്തായിട്ടാ ഫോം ചെയ്യുന്നത്? Animals store carbohydrates in the form of glycogen. ഇത് ഓർമ്മിച്ച് വെക്കുക, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പ്ലാന്റ്സ് കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റോർ ചെയ്യുന്ന സ്റ്റാർച്ചിന്റെ ഫോമിലും ആനിമൽസ് സ്റ്റോർ ചെയ്യുന്ന എന്തിന്റെ ഫോമിലുമാണ്? ഗ്ലൈക്കോജനിന്റെ ഫോമിലുമാണ് ആനിമൽസ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഈ പാരസൈറ്റിക് ന്യൂട്രീഷന് വേണ്ടിയിട്ട് ഇപ്പൊ ഹോളോസോയിക് ന്യൂട്രീഷന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആരൊക്കെയാ? ഹ്യൂമൻസ്, അനിമൽസ്, ഡോഗ്, കാറ്റ്, ഇതെല്ലാം ഹോളോസോയിക് ന്യൂട്രീഷനിൽ വരും. പാരസൈറ്റിക് ന്യൂട്രീഷനിൽ വരുന്നതിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ലീച്ചസ്, ലൈസ്, പേന്, ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനിമൽസിന്റെ ഒക്കെ ദേഹത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞു പ്രാണികള്. പിന്നെന്താ? ടേപ്പ് വോം ഒക്കെ എന്താണ്? പാരസൈറ്റിക് ന്യൂട്രീഷന്റെ എക്സാമ്പിൾസ് ആണ്. സാപ്രോഫൈറ്റിക് ന്യൂട്രീഷന്റെ എക്സാമ്പിൾസ് എന്താ? ഫംഗസ്, റൈസോപ്പസ്, ബ്രെഡ് മോൾഡ്, ഇതൊക്കെയാണ് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷന്റെ എക്സാമ്പിൾസ്. ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് ആദ്യമായിട്ടാ ഞാനൊരു ഇമേജ് വച്ചപ്പോഴത്തേക്ക് ഇമേജ് തന്നെ വന്നേ. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഇമേജ് കാണുന്നുണ്ടോ? കാണാം ടീച്ചർ. താങ്ക്സ്. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ ഇത് ചെയ്തപ്പോഴത്തേക്കും ഞാൻ നേരത്തെ ആർക്കും അയച്ച മെയിലൊക്കെ വന്നായിരുന്നു ഇതിനകത്ത്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാനുള്ളതാണ് നമ്മുടെ ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് ആണ് നെക്സ്റ്റ് നോക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ദിസ് ഹിയർ ഇറ്റ് ഈസ് ദി
ബക്കൽ ക്യാവിറ്റി, ഈ റീജിയൻ, മൗത്ത്, ടീത്ത്, ടങ്ക്, ഇതൊക്കെ വരുന്ന ഈ റീജിയനെ പറയുന്ന പേരാണ്, പിന്നെ സലേവറി ഗ്ലാൻസ്, ഇതെല്ലാം വരുന്ന ഈ ഒരു റീജിയനെ പറയുന്ന പേരാണ് ബക്കൽ ക്യാവിറ്റി. അപ്പൊ ബക്കൽ ക്യാവിറ്റിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഡൈജഷൻ നടക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട എന്താ വെച്ചാൽ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു സംഭവത്തിനെ പറയുന്ന പേരാണ് എന്ത്? എലിമെന്ററി കനാൽ. ഓക്കെ, എലിമെന്ററി കനാൽ എന്നാണ് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റത്തിന് പറയുന്നത്. ഇത് നമ്മുടെ ബക്കൽ ക്യാവിറ്റി മുതൽ റെക്ടം വരെ ഇതിനെ നമ്മൾ എന്ത് എലിമെന്ററി കനാൽ എന്ന് പറയും. ഇതിൽ ഈ ബക്കൽ ക്യാവിറ്റി നമുക്ക് കാണാം. ബക്കൽ ക്യാവിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി രണ്ട് കൈൻഡ് ഓഫ് ഡൈജഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് കോംപ്ലെക്സ് സബ്സ്റ്റൻസസ് ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ് സോ ദാറ്റ് യുവർ ബോഡി ക്യാൻ അബ്സോർബ് ദ ന്യൂട്രിയൻസ് ഫ്രം ഇറ്റ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന് കോംപ്ലെക്സ് സബ്സ്റ്റൻസസ് ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്, കോംപ്ലെക്സ് മോളിക്യൂൾസ് ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ആ കോംപ്ലെക്സ് മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിംപ്ലർ മോളിക്യൂൾസ് ആവുക, അതായത് കെമിക്കൽ ഫോമിലോട്ട് ആക്കുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്? ഡൈജസ്റ്റീവ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഡൈജഷൻ സ്റ്റാർട്ട്സ് ഫ്രം ദി ബക്കൽ ക്യാവിറ്റി ഇറ്റ്സെൽഫ്. ഈ ബക്കൽ ക്യാവിറ്റിയിൽ മെയിൻലി രണ്ട് കൈൻഡ് ഓഫ് ഡൈജഷൻ ആണ് നടക്കുന്നത്. ഒന്ന് മെക്കാനിക്കൽ, രണ്ട് കെമിക്കൽ. മെക്കാനിക്കൽ ഡൈജഷൻ നടത്തുന്നത് ആരാണ്? മെക്കാനിക്കൽ ഡൈജഷൻ നടത്തുന്നത് നമ്മുടെ ടീത്ത് ആണ്. ഗ്രൈൻഡിങ് ഓഫ് ഫുഡിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മാസ്റ്റിക്കേഷൻ എന്ന് പറയും. ഓക്കെ, മാസ്റ്റിക്കേഷൻ, MASTICATION, മാസ്റ്റിക്കേഷൻ എന്ന് പറയുന്നതാണ് ഗ്രൈൻഡിങ് ഓഫ് ഫുഡ്. നമ്മൾ കഴിക്കുന്ന വലിയ വലിയ മോളിക്യൂൾസിനെ ചെറുതാക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് മെക്കാനിക്കൽ ഡൈജഷനിൽ നടക്കുന്നത്. ഇത് ചെയ്യുന്നത് ആരാണ്? ടീത്ത് ആണ് ഇത് ചെയ്യുന്നത്. രണ്ടാമത്തത് കെമിക്കൽ ഡൈജഷൻ ആണ്. കെമിക്കൽ ഡൈജഷന് കാരണമാകുന്നത് എന്താണ്? സലൈവറി അമലേസ് ആണ്. സലൈവറി അമേലേസ്. സലൈവറി അമേലേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻസൈം ആണ്. നമ്മുടെ സലൈവറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് സലൈവറി അമേലേസ്. ഇതെന്താ ചെയ്യുന്നത്? ഇത് നമ്മുടെ കാർബോഹൈഡ്രേറ്റിനെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ സ്റ്റാർച്ചിനെ എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യും. സോ കാർബോഹൈഡ്രേറ്റ്സിനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് സലൈവറി അമേലേസ്. ഇത് കാണുന്നത് എവിടെയാണ്? മൗത്തിൽ അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റിയിലാണ്. ഇത് റിലീസ് ചെയ്യുന്നത് സലൈവറി ഗ്ലാൻസ് ആണ്. ഈ സലൈവറി അമേലേസ് എന്ന് പറയുന്ന എൻസൈമിനെ വിളിക്കുന്ന വേറൊരു പേരും കൂടെ ഉണ്ട്, അതാണ് ടാലിൻ. PTYLAIN. ഓക്കെ, സോ ബക്കൽ ക്യാവിറ്റിയിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മെക്കാനിക്കൽ ഡൈജഷൻ, രണ്ട് കെമിക്കൽ ഡൈജഷൻ. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മാസ്റ്റിക്കേഷൻ ആണ്. ഇത് അണ്ടർഗോ ചെയ്യുന്നത് ടീത്ത് ആണ്. കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത് സലൈവറി അമേലേസ് ആണ് ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ സലൈവറി അമേലേസിനെ ടാലിൻ എന്നും പറയും. ക്ലിയർ? അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഈസോഫാഗസ് കാണാൻ പറ്റും. ഇതിന് നമ്മൾ ഫുഡ് പൈപ്പ് എന്നും പറയും. ഈസോഫാഗസിന് എന്തെന്നും പറയും? ഫുഡ് പൈപ്പ് എന്നും പറയും. ഇറ്റ് ഈസ് ദ മോഷൻ ത്രൂ വിച്ച് ദ ഫുഡ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ബക്കൽ ക്യാവിറ്റി ടു സ്റ്റൊമക് ഈസ് നോൺ ആസ് പെരിസ്റ്റോൾട്ടിക് മോഷൻ, അല്ലെങ്കിൽ പെരിസ്റ്റോൾസിസ് എന്ന് പറയും. ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ദി ഈസോഫാഗസ് റിസൾട്ട്സ് ഇൻ വേവ് ലൈക്ക് മോഷൻ. ഒരു വേവ് ലൈക്ക് മോഷൻ ആയിരിക്കും ഈ ഈസോഫാഗസിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് കറക്റ്റ് ആയിട്ട് സ്റ്റൊമക്കിലേക്ക് എത്തിക്കാൻ ഈ പെരിസ്റ്റോൾസിസ് എന്ന് പറയുന്ന മോഷൻ കാരണം ഈസോഫാഗസ് വഴി എന്ത് ചെയ്യും? ഇത് താഴേക്ക് പോകും. ദെൻ അടുത്ത നമ്മുടെ ഭാഗം എന്ന് പറയുന്നത് സ്റ്റൊമക് ആണ്. സ്റ്റൊമക് എന്ന് പറയുന്നത് ഒരു ജെ ഷേപ്ഡ് സാക്ക് ആണ്. അതിനെ കണ്ടാലേ അറിയാം, ഒരു ജെ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു മസ്കുലാർ സാക്ക് പോലത്തെ സ്ട്രക്ചർ ആണ് സ്റ്റൊമക്കിന്റെ. സ്റ്റൊമക്ക് റിലീസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് ഫുഡ് നമ്മൾ കഴിച്ചിട്ട് സ്റ്റൊമക്കിലേക്ക് എത്തുമ്പോൾ സ്റ്റൊമക്ക് എന്ത് റിലീസ് ചെയ്തിട്ടുണ്ട്? HCl റിലീസ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ. HCl എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. HCl കൊണ്ടുള്ള ഗുണങ്ങൾ എന്താന്ന് വെച്ചാൽ HCl കിൽസ് ബാക്ടീരിയ. ബാക്ടീരിയനെ കില്ല് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ചെയ്യുന്നൊരു കാര്യം വെച്ചാല് ഇപ്പോ സ്റ്റൊമക്ക് തന്നെ റിലീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് HCl അത് റിലീസ് ചെയ്യുന്നുണ്ട്, മ്യൂക്കസ് റിലീസ് ചെയ്യുന്നുണ്ട്, പിന്നെ പെപ്സിനും റിലീസ് ചെയ്യുന്നുണ്ട്. HCl റിലീസ് ചെയ്യുന്നുണ്ട്, മ്യൂക്കസ് റിലീസ് ചെയ്യുന്നുണ്ട്, പെപ്സിൻ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിൽ പെപ്സിൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണ് പെപ്സിൻ. അപ്പൊ പ്രോട്ടീൻസിനെ എന്താക്കി മാറ്റും? അമിനോ ആസിഡ്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്, ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണ് പെപ്സിൻ. ഓക്കെ, പ്രോട്ടീൻസ് ഈസ് കൺവേർട്ടഡ് ടു amino acids. അതാണ് എന്ത്? പെപ്സിൻ. അപ്പൊ ഈ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്? HClന്റെ ആവശ്യമുണ്ട്. സോ പെപ്സിൻ ലൈക്ക് എക്സിസ്റ്റ് ആസ് പ്രോ എൻസൈം. പ്രോ എൻസൈം മീൻസ് ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈം. സോ പെപ്സിൻ ഈസ് എക്സിസ്റ്റിംഗ് ആസ് എ പ്രോ എൻസൈം വിച്ച് ഇസ് കോൾഡ് പെപ്സിനോജൻ. പ്രോ എൻസൈം ആയിട്ടുള്ള പെപ്സിനോജൻ ആയിട്ടാണ് ആര് നിൽക്കുന്നത്? പെപ്സിൻ നിൽക്കുന്നത്. ആ പെപ്സിനോജനെ ആക്ടിവേറ്റ് ആക്കുന്നത് ആരാണ്? HCl ആണ്. ഓക്കെ, സോ HClന് രണ്ട് ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ബാക്ടീരിയനെ കില്ല് ചെയ്യും, കിൽസ് ബാക്ടീരിയ. രണ്ടാമത്തത് ആക്ടിവേറ്റ്സ് പ്രോ എൻസൈം പെപ്സിനോജൻ. And then this proenzyme pepsinogen get activated and forms as pepsin. So pepsin, what does it do? It will digest proteins into amino acids. While what does mucus do? Mucus എന്ന് പറയുന്നത് സ്റ്റൊമക്കിന്റെ വാളിനെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റൊമക്കിന്റെ വാളിനെ അസിഡിറ്റിയിൽ നിന്ന് സ്റ്റൊമക് വാളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ആര്? മ്യൂക്കസ്. ഓക്കെ, so stomach is a J-shaped muscular sac-like structure. It has releases three kinds of things. One is HCl, which kills bacteria and it activates proenzyme pepsinogen. Then pepsin, what will pepsin do? It will digest proteins to amino acids, and then there is mucus which will protect the inner lining of stomach. Okay, clear? Then നമുക്കിവിടെ ഒരു വേറൊരാളുണ്ട്, ലിവർ എന്ന് പറയും. ലിവർ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ദ ലാർജസ്റ്റ് എന്താ? ലാർജസ്റ്റ് ഓർഗൻ ഇൻ അവർ ഇന്റേണൽ ഓർഗൻ. നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗൻ എന്താ? ഏതാ? ലിവർ. ആ, അപ്പൊ ലാർജസ്റ്റ് ഓർഗൻ ഇൻ യുവർ ബോഡിയോ അതേതാ? സ്കിൻ ആണ് കേട്ടോ. ഓക്കെ, സോ ലിവർ ചെയ്യുന്ന എന്താ വെച്ചാല് ലിവർ വിൽ സെക്രീറ്റ് എ ജ്യൂസ് കോൾഡ് ബൈൽ. ബൈൽ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ലിവർ ആണ്. ബൈലിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഇത് ഡൈജസ്റ്റ് ചെയ്യും? വൈറ്റമിൻസ്, it will digest vitamins and fats. അതായത് ബയൽ ജ്യൂസ് ചെയ്യുന്നത് വൈറ്റമിൻസിനെ ഡൈജസ്റ്റ് ചെയ്യും, ഫാറ്റ്സിനെ ഇമൾസിഫൈ ചെയ്യുന്നതും ആരാണ്? ബയൽ ജ്യൂസ് ആണ്. ഡൈജസ്റ്റ് വൈറ്റമിൻസ് ആൻഡ് ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്സ് ഇസ് ഡൺ ബൈ ലിവർ. ആൻഡ് ഓൾസോ വൺ സ്പെസിഫിക് തിങ് ഈസ് ദാറ്റ് നമ്മുടെ ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ കുറെ ന്യൂട്രിയൻസ് അബ്സോർവ് ചെയ്തെടുക്കുമല്ലോ ഫുഡിൽ നിന്ന്. ആ ന്യൂട്രിയൻസിന്റെ ഒരു ഭാഗം, വൈറ്റമിൻസ് ആയിക്കോട്ടെ ബാക്കി കാര്യങ്ങളോട്ടെ, അത് അബ്സോർവ് ചെയ്യുന്നത് ആരാണ്? ലിവർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലിവർ എന്ന് പറയുന്ന ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. സോ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ അബ്സോർവ് ചെയ്യുന്ന ഒരുപാട് ന്യൂട്രിയൻസ് എവിടേക്കായിരിക്കും പോവുക? ലിവറിലേക്കായിരിക്കും പോവുക. Okay, so liver releases bile juice which is rich in which digest vitamins and emulsifies fats.
ദെൻ യു ക്യാൻ സി ഇവിടെ ഒരു ചെറിയ ഗോൾ ബ്ലാഡർ കാണും. ഗോൾ ബ്ലാഡറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റോർസ് ബൈൽ, ബൈലിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഗോൾ ബ്ലാഡറിന്റെ ഫംഗ്ഷൻ. ദെൻ ദിസ് റീജിയൻ, ഈ സ്റ്റൊമക്കും ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനും കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇതിനെ പറയുന്ന പേരാണ് ഡിയോഡിനം. ഓക്കെ, DUODENUM, അതാണ് ഡിയോഡിനം. സ്റ്റൊമക്കും സ്മോൾ ഇൻറ്റസ്റ്റൈനും കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന റീജിയനെ പറയുന്ന പേരാണ് ഡിയോഡിനം. ആൻഡ് ദിസ് റീജിയൻ, ഈ റീജിയൻ വേർ സ്മോൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനും കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ റീജിയനെ പറയുന്ന പേരാണ് ഇലിയം. ILEUM, ഇലിയം. പിന്നെ ഈ നടുക്ക് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ നോർമൽ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ജജനം. ഓക്കെ, അപ്പൊ ഡിയോഡിനം, ജജനം, ഇലിയം ആരുടെ പോർഷൻസ് ആണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ 3 പാർട്ടാണ് ഇലിയം, ജജനം ആൻഡ് ഡിയോഡിനം. ഡിയോഡിനം എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനും സ്റ്റൊമക്കും കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന റീജിയനെ പറയുന്ന പേരാണ് ഡിയോഡിനം. സ്മോൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനും കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന റീജിയനെ പറയുന്ന പേരാണ് ഇലിയം. ജജനം എന്ന് പറയുന്ന അതിന്റെ ഇടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ് പോർഷനെ പറയുന്ന പേരാണ് ജജനം. അപ്പോ ഇവിടെ നിങ്ങൾക്ക് വേറൊരു ഗ്ലാൻഡ് കാണാൻ പറ്റും. ഇതിനെയാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസ് റിലീസ് ചെയ്യുന്നത്, ഇറ്റ് റിലീസസ് ലോട്ട്സ് ഓഫ് എൻസൈംസ് ഇൻ എ ജ്യൂസ് കോൾഡ് പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്നത് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോ സ്റ്റൊമക്കിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഫുഡ്, പുറത്തേക്ക് വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് കൈം. CHYME എന്ന് പറയും, കൈം. കൈം എന്ന് പറയുന്ന സ്റ്റൊമക്കിൽ നിന്ന് വരുന്ന ആ ഒരു ഗ്ലോബുലാർ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ കൈം എന്ന് പറയുക. സോ അത് റിലീസ് ചെയ്യുന്ന സമയത്ത് പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ത് ചെയ്യും? അതിനെ ന്യൂട്രൽ ആക്കും. സോ സ്റ്റൊമക്കിൽ നിന്നും പുറത്തേക്ക് വരുന്ന കൈം ഈസ് അസിഡിക് ഇൻ നേച്ചർ ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് HCl. സോ പാൻക്രിയാറ്റിക് ജ്യൂസസ് ആർ ആൽക്കലൈൻ ഇൻ നേച്ചർ, ദാറ്റ് ഈസ് ദേ ആർ ബേസിക് ഇൻ നേച്ചർ. സോ വെൻ ദേ മിക്സ് വിത്ത് ദിസ് കൈം, വാട്ട് വിൽ ഹാപ്പൻ? ദി food will become, or the chyme will become neutral in nature. പാൻക്രിയാസ് റിലീസ് ചെയ്യുന്ന എൻസൈംസിൽ ഉള്ളതാണ് ഒന്നെന്ന് പറയുന്നത് ട്രിപ്സിൻ. ട്രിപ്സിന് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസിനെ അമിനോ ആസിഡ്സ് ആക്കുന്നതാണ് ട്രിപ്സിൻ. ദെൻ യു ഹാവ് ലിപ്പേസ്. ലിപ്പേസ് എന്ത് ചെയ്യും? ലിപ്പേസ് വിൽ കൺവേർട്ട് ഫാറ്റ് ഇൻടു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആക്കി ലിപ്പേസ് ആണ് എന്ത് ചെയ്യുന്നത്? അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ട്രിപ്സിൻ ഈസ് ഫോർ പ്രോട്ടീൻസ് ടു അമിനോ ആസിഡ്സ്, ലിപ്പേസ് ഈസ് ഫോർ ഫാറ്റ്സ് ടു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ, ആൻഡ് ദെൻ യു ഹാവ് അമൈലേസ്. Amylase is for carbohydrates to amino acids ആക്കി മാറ്റുന്നതാണ് amylase. Then you have another component called nuclease. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയിക് ആസിഡ്സിനെ ന്യൂക്ലിയോടൈഡുകളാക്കി മാറ്റുന്നതാണ് ന്യൂക്ലിയസ്. സോ ട്രിപ്സിൻ കൺവേർട്സ് പ്രോട്ടീൻ ഇൻടു one second. Wait, I'll share you a note now in your group. Wait a second. So കേൾക്കുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് ടീച്ചർ. ഓക്കെ. സോ കാർബോഹൈഡ്രേറ്റ്, ഇപ്പൊ ട്രിപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻസിനെ അമിനോ ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ലിപ്പേസ് എന്ന് പറയുന്നത് ഫാറ്റ്സിനെ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അമൈലേസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സിനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ന്യൂക്ലിയിക് ആസിഡിനെ
എന്ത് കൺവേർട്ട് ചെയ്യും? ന്യൂക്ലിയസ് ന്യൂക്ലിയിക് ആസിഡിനെ ന്യൂക്ലിയോടൈഡുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ഇമേജ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഇമേജ് നോക്കണ്ട, മേ ബി ചിലപ്പം എവിടെയെങ്കിലും അടയാളപ്പെടുത്തിക്കുന്ന തെറ്റായിരിക്കും. അല്ലാത്ത നോട്ട്സ് ഒക്കെ നോക്കിയേക്കാം കേട്ടോ. പിന്നെ ഇത്രയാണ് പാൻക്രിയാസ് റിലീസ് ചെയ്യുന്ന എൻസൈംസ്. അപ്പൊ ഇതെല്ലാം കൂടെ ഈ ഡിയോഡിനം റീജിയനിലാണ് മിക്സ് ആവുന്നത്. സോ പാൻക്രിയാസ് റിലീസ് ചെയ്യുന്ന എൻസൈം, ബൈൽ നമ്മുടെ ലിവർ റിലീസ് ചെയ്യുന്ന എൻസൈം, സ്റ്റൊമക്ക് റിലീസ് ചെയ്യുന്ന കൈം, ഇതെല്ലാം കൂടെ മിക്സ് ആവുന്നത് ഡിയോഡിനത്തിലാണ്. ഡിയോഡിനത്തിൽ നിന്ന് പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് വരുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ദേ ഹാവ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വിച്ച് ഇസ് കോൾഡ് വില്ലൈ. വില്ലൈ എന്ന് പറയുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എവിടെയുണ്ട്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലുണ്ട്. This villi will consist of lots of capillaries in them, which is responsible for absorbing the food. ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാപ്പിലറീസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽസ് ആണ്. ടൈനിയസ്റ്റ് ബ്ലഡ് വെസൽസിനാണ് നമ്മൾ കാപ്പിലറീസ് എന്ന് പറയുക. അപ്പോൾ ഈ വില്ലയിൽ അങ്ങനെ ബ്ലഡ് വെസൽസ് ഉണ്ടായിരിക്കും വിച്ച് അബ്സോർബ്സ് ദി ന്യൂട്രിയൻസ്. ഓക്കെ, അമിനോ ആസിഡ്സ് ആയിക്കോട്ടെ, ഫാറ്റി ആസിഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്സ് ആയിക്കോട്ടെ, ഏതിനെ ആയാലും അത് അബ്സോർബ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞ് ഇറ്റ് വിൽ ഗോ ടു ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എന്താ സംഭവിക്കുക? ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഇത് എന്തെങ്കിലും വാട്ടർ കണ്ടന്റ് ഉണ്ട് എങ്കിൽ അതിലുള്ള വാട്ടർ കണ്ടന്റ് അബ്സോർവ് ചെയ്യുക, അയോൺസ് അബ്സോർവ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് എവിടെയാണ്? ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. ദെൻ അത് ഫീക്കസ് ആയി അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് റെക്ടം വഴി, ഏനസ് വഴി ബോഡിക്ക് പുറത്തേക്ക് പോകും. സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ എ ഡൈജസ്റ്റീവ് സിസ്റ്റം. സോ ബേസിക്കലി ഇപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം നടക്കുന്ന പ്രോസസ് എന്താണ്? ഇൻജഷൻ. നിങ്ങൾക്ക് ഇത് ഫ്ലോ ചാർട്ട് പോലെ അല്ലെങ്കിൽ ഏത് ഓർഡറിലാണ് നടക്കുന്നതെന്ന് എഴുതാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഓക്കെ, ആദ്യം നടക്കുന്നത് എന്താ? ഇൻജഷൻ ആണ്. ഇൻജഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തുണ്ടാവും? ഡൈജഷൻ ഉണ്ടാവും. ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടാവും? അസിമിലേഷൻ ഉണ്ടാവും. സോറി, അസിമിലേഷൻ അല്ല, അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ ഉണ്ടാവും. ദെൻ അബ്സോർപ്ഷൻ കഴിഞ്ഞതിന് ശേഷം അസിമിലേഷൻ ഉണ്ടാവും. അസിമിലേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് എന്തുണ്ടാവുക? ഇജക്ഷൻ ഉണ്ടാവുക. ഇജക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ആ ഫുഡിനെ പുറത്തേക്ക് കളയുന്നതിന് അല്ലെങ്കിൽ ആ വേസ്റ്റ് പ്രോഡക്ട്സിനെ പുറത്തേക്ക് കളയുന്നതിനാണ് നമ്മളതെന്ന് പറയുക എജക്ഷൻ എന്ന് പറയുക. ഓക്കെ, സോ ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് ഇജക്ഷൻ, ഇതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നടക്കുന്ന ഓർഡർലി നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റം ഓക്കെ ആണോ? ഓക്കെ ടീച്ചർ. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പില് ഞാനൊരു ഇമേജ് ഇട്ടിട്ടുണ്ട്. അതിലുള്ള ഡയഗ്രാം നോക്കണ്ട, അല്ലാതെ ആ കാര്യങ്ങൾ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കട്ടാ. ഓക്കെ,
ഓക്കെ. ഇനി അടുത്ത ഓക്കെ. സോ ഇനി നമുക്കുള്ളത് എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്. ബ്രേക്ക് വേണോ കുട്ടികളെ? എന്തെങ്കിലും ഒന്ന് പറ നിങ്ങള്. ഓക്കെ. ബ്രേക്ക് വേണോ അതോ ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? ഉം. ഇവിടെ ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റം വന്നിട്ട് അതിനെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഡൈജസ്റ്റീവ് സിസ്റ്റം എഴുതുവാണ്. എക്സ്ക്രീറ്ററി സിസ്റ്റം വന്നിട്ടില്ല അല്ലേ? ഇല്ല ടീച്ചർ. ടീച്ചർ ഓക്കെ, വന്നു നോക്കട്ടെ. സൈഡിലുണ്ട്. വന്നിട്ട് പോയോ? ഇല്ല ഇല്ല സൈഡിലുണ്ട്. വന്നായിരുന്നു. ഇപ്പൊ വന്നു. വന്നു. എനിക്ക് മാത്രം കാണുന്നില്ല. ദൈവമേ. എവിടെയാണ്? ഇപ്പോഴോ?
ഇപ്പൊ കാണുന്നില്ലേ? കാണാൻ ടീച്ചർ. ഓക്കെ. സോ ഇപ്പൊ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തില് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ വീനക്കാവ അയോട്ട എന്ന് എഴുതിയേക്കുന്നത്, this side you can see renal vein and renal artery as well. So when you see excretory system, ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം സോളിഡ് ഫുഡ് വേസ്റ്റ് ഒക്കെ ബോഡിക്ക് പുറത്തേക്ക് റിമൂവ് ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വഴി സോളിഡ് വേസ്റ്റുകളെല്ലാം പുറത്തേക്ക് ഏനസ് വഴി അല്ലെങ്കിൽ റെക്ടം വഴി പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ there is one other liquid waste called urine that is also released from our body. So അങ്ങനെ യൂറിൻ റിലീസ് ചെയ്ത്, ഇപ്പൊ യൂറിൻ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എവിടെ നിന്നാണ് അത് ഉണ്ടാക്കിയത്, എവിടെ നിന്നായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? how is urine created? യൂറിൻ ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്തിട്ട് അതിലുള്ള വാട്ടർ കണ്ടന്റ് ആണ് നമ്മൾ യൂറിനായിട്ട് നമ്മുടെ ബോഡിക്ക് പുറത്തേക്ക് പോകുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ if the respiration is happening in your body, then what happens? ഇപ്പം എനർജി പ്രൊഡക്ഷൻ നടക്കുമ്പോൾ each and every cell in your body will release some waste products. So cells will release waste products when they are creating or when they are producing ATP. So these waste products may be in the form of urea. In humans and in animals, the waste products are in the form of urea, while in plants, while in aquatic animals it is in the form of ammonia, and in birds it is in the form of uric acid. Okay, പിന്നെ ക്രിയാറ്റിനിൻ മസിൽസിൽ റിലീസ് ചെയ്യുന്നതാണ് ക്രിയാറ്റിനിൻ. So these are the different waste products that are created in your body. So if you have urea or ammonia or uric acid accumulated in your body, it is very much harmful for the body. So this should be removed from your body, and that function is done with the help of blood. So these waste products are carried by blood to kidneys, and the kidneys will what will they do? They will filter out the blood. അപ്പൊ ബ്ലഡിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് ആയിട്ടുള്ള ഇപ്പൊ യൂറിയ ആയിക്കോട്ടെ, യൂറിക് ആസിഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമോണിയ ആയിക്കോട്ടെ, എല്ലാത്തിനെയും ഫിൽറ്റർ ഔട്ട് ചെയ്യുന്നതും വാട്ടർ കണ്ടന്റിനെയൊക്കെ ഫിൽറ്റർ ഔട്ട് ചെയ്യുന്നതും എല്ലാം ആരാണ്? കിഡ്നിയാണ്. നമ്മുടെ ശരീരത്തിന് ഒരു ബേസിക് എമൗണ്ട് ഓഫ് വാട്ടർ ആവശ്യമാണ്. ഒരു വാട്ടർ ബാലൻസ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. കാരണം എന്താ? ടു നോട്ട് ബി ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വാട്ടർ കണ്ടന്റ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. അതിനുള്ള വാട്ടർ കണ്ടന്റ് ഇതെന്ത് ചെയ്യും? ബോഡി അബ്സോർവ് അല്ലെങ്കിൽ കിഡ്നീസ് തന്നെ അബ്സോർവ് ചെയ്തെടുക്കുകയും ബാക്കി വരുന്ന വെള്ളത്തിന്റെ കണ്ടന്റ് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. So in human excretory system, here we have a pair of kidneys, and then we have ureter also we have pair of ureter, we have one urinary bladder and one urethra. ഇത്രയുമാണ് നമുക്ക് എവിടെ ഉള്ളത്? എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ഉള്ളത്. പിന്നെ ഈ വീനക്കാവ അയോട്ട റീനൽ വെയിൻ റീനൽ ആർട്ടറി എന്ന് എഴുതിയിരിക്കുന്ന റീനൽ വെയിനും റീനൽ ആർട്ടറിയും ആണ്. അതായത് ഇപ്പൊ നമ്മുടെ ശരീരത്തിന് ഹാർട്ടിൽ നിന്നും അല്ലെങ്കിൽ പല ബോഡി പാർട്ടിൽ നിന്നും ബ്ലഡിനെ കൊണ്ടുവരുന്നതാണ് ഈ റീനൽ വെയിനും റീനൽ ആർട്ടറി. റീനൽ ആർട്ടറിയിൽ എന്ന് പറയുമ്പോൾ ഓക്സിജനൈസ്ഡ് ബ്ലഡ് ആയിരിക്കും, റീനൽ വെയിനിൽ ഡീഓക്സിജനൈസ്ഡ് ബ്ലഡ് തന്നെ ആയിരിക്കും. അപ്പോ പക്ഷെ ഈ ബ്ലഡിലുള്ള ഇത് പ്രത്യേകത എന്താ വെച്ചാല് ഈ ബ്ലഡിൽ മൊത്തം ഇംപ്യൂരിറ്റീസ് ആയിരിക്കും. ദാറ്റ് ഈസ് എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ബ്ലഡാണ് റീനൽ വെയിനും റീനൽ ആർട്ടറിയും കൊണ്ടുവരുന്നത്. ഇതിൽ നിന്നും പ്യൂരിഫൈ ചെയ്യുന്നതാണ് വീനക്കാവ വഴിയും അയോട്ട വഴിയൊക്കെ പോകുന്നത്. ഓക്കെ. So renal vein carries deoxygenated impure blood, and renal artery also carries oxygenated impure blood. Okay, so this here you have a pair of kidneys, and the kidneys function as filtering unit ആയിട്ടാണ് kidneys function ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യും? ഫിൽട്രേഷൻ ഒക്കെ ബ്ലഡിന്റെ ഫിൽട്രേഷൻ ഒക്കെ നടന്നതിന് ശേഷം the waste product which is collected will move through the ureter, and ureter is a
വാട്ട് ഈസ് ദിസ്? ഇറ്റ് ഈസ് എ എന്താ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ദിസ് യുറേറ്ററിൽ കൂടെ അത് മൂവ് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യും? ഇറ്റ് വിൽ റീച്ച് ദി യൂറിനറി ബ്ലാഡർ. സോ യൂറിനറി ബ്ലാഡർ ഈസ് എ മസ്കുലാർ ബാഗ് ഷേപ്ഡ് ഓർഗൻ ആണ് യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത്. ആൻഡ് urethra here, urethra is the opening to which the liquid waste can go out of your body. So ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ഉള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് മെയിൻലി നെഫ്രോൺ ആണ്, അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് എന്തൊക്കെയാണ് പേര്, ഇപ്പൊ കിഡ്നീസ് ഉണ്ട്, റീനൽ വെയിനും റീനൽ ആർട്ടറിയും ഉണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ട്, യുറേത്ര ഉണ്ട്, യുറേറ്റർ ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ നോക്കേണ്ടത്. ഓക്കെ, ഞാൻ നെഫ്രോണിന്റെ ഇമേജ് ഒന്ന് നോക്കിക്കോട്ടെ. Okay, here അയ്യോ പോയി, വീണ്ടും പോയി. ശ്ശോ. ഞാൻ കൊണ്ടുവന്ന ഇമേജ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കാണാം ടീച്ചർ. പക്ഷെ എനിക്ക് കാണുന്നില്ല. ശരാ, ഇത് വല്ലാത്ത കഷ്ടാണല്ലോ. താഴെ ഉണ്ടോ? താഴെ ഞാൻ സ്ക്രോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലടോ, അതല്ലേ. എന്റെ കിഡ്നിയുടെ ഇമേജും പോയല്ലോ. നിനക്ക് മറ്റന്നാ എന്റെ ക്ലാസ്സിലെ ഉണ്ട് ടീച്ചർ. ഞാൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് അതിനെ കോപ്പി ചെയ്തെടുത്തതായിരുന്നു. എന്നിട്ടിപ്പോ എന്തൊരു കഷ്ടമാണത്. എനിവേസ്, എന്തായാലും ആ സാധനം പോയി. ശരിയാക്കി തരാം. ആ, ഇത് കണ്ടോ? ഇതാണ്. എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ദിസ് ഈസ് നെഫ്രോൺ. കാണുന്നില്ലേ? മെസ്സേജ് ഇട്ടാ എനിക്ക് കണ്ടുകൂടാ. നിങ്ങള് എസ് ഓർ നോ എന്ന് പറയണം. കാണാം മാം, കാണാം. കാണാം മാം.
ഓക്കെ. സോ അപ്പൊ ഇവിടെ നോക്കിയാല് നെഫ്രോൺ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് കിഡ്നീസ് എന്നാണ് നമ്മൾ നെഫ്രോണിനെ പറയുന്നത്. ഫിൽട്രേഷൻ യൂണിറ്റ് ഓഫ് കിഡ്നി എന്നൊക്കെയാണ് നമ്മൾ നെഫ്രോണിനെ പറയുന്നത്. അപ്പൊ ഇപ്പൊ കിഡ്നി നമ്മൾ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈറ്റർ റീജിയൻ കാണുന്നില്ലേ, ലൈറ്റ് കളറിൽ കാണുന്ന ഈ റീജിയനെ നമ്മൾ കോർട്ടെക്സ് എന്നും പറയും. ഈ ഡാർക്ക് കളർ റീജിയനിൽ കാണുന്ന ഏരിയനെ നമ്മൾ മെഡുല്ല എന്നും പറയും. ആ മെഡുല്ലയിൽ കാണുന്ന ഫിൽട്രേഷൻ യൂണിറ്റ് ആണ് എന്ത്, നെഫ്രോൺ. സോ നെഫ്രോൺ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ഗ്ലോമറുലസ്. സോ ഗ്ലോമറുലസ് ഈസ് വെയർ ലൈക്ക് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് കാപ്പിലറീസ് വിച്ച് വിൽ എന്താ പറയാ ക്ലീൻ ആക്കാനുള്ള ബ്ലഡിലായിരിക്കുന്ന റീജിയനെയാണ് നമ്മൾ ഗ്ലോമർസ്. ഈ ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ത് അയോണിക് കണ്ടന്റ് ഓർ വാട്ട് എവർ അൺവാണ്ടഡ് സെൽസ് ദാറ്റ് ഇറ്റ് ഹാസ്, ഇതെല്ലാം ഇത് അബ്സോർവ് ചെയ്തെടുക്കുന്നു. ദെൻ ദിസ് പോർഷൻ ഹിയർ ഇസ് കോൾഡ് proximal convoluted tube and this portion here is called distal convoluted tube. And here ഈ വളവ് പോലെ കാണുന്ന സ്ഥലത്തിനെ പറയുന്ന പേരാണ് loop of Henle. So the glomerulus, Bowman's capsule, proximal convoluted tube, loop of Henle, distal convoluted tube and collecting duct. ഇതാണ് ഒരു നെഫ്രോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ബ്ലഡ് കാപ്പിലറീസ് ഇതിന് ചുറ്റും നടക്കുന്നതെന്ന് വെച്ചാൽ വാട്ടർ കണ്ടന്റും എല്ലാം ഇതിൽ നിന്ന് അബ്സോർവ് ചെയ്ത സെല്ലുകൾ ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിലൂടെയും ഡിസ്റ്റിൽഡ് കൺവല്യൂട്ടഡ് ട്യൂബിലൂടെയും പോകുമ്പോൾ ആവശ്യമുള്ള എക്സ്ട്രാ എന്തെങ്കിലും സെലക്റ്റീവ്ലി റീഅബ്സോർഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാപ്പിലറീസ് ഇവിടെ ഉള്ളത്. സെലക്റ്റീവ് റീഅബ്സോർഷൻ മീൻസ് വാട്ടർ കണ്ടന്റോ അല്ലെങ്കിൽ അയോൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ച് റീഅബ്സോർവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. ആൻഡ് ദി വേസ്റ്റ് പ്രോഡക്റ്റ് വിച്ച് ഈസ് റിലീസ്ഡ് ഈസ് കളക്റ്റഡ് ഇൻ ദി കളക്ടിംഗ് ട്യൂബ്. ഇങ്ങനെ പല കളക്ടിംഗ് ട്യൂബുകൾ ചേർന്നിട്ടാണ് ഈ എന്ത് കാണുന്നത്, നമ്മുടെ യുറേറ്ററിലേക്ക് കണക്റ്റഡ് ആയിട്ട് പോകുന്നത്. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ വേസ്റ്റ് ലിക്വിഡ് എന്ത് ചെയ്യും, യുറേറ്റർ വഴി യൂറിനറി ബ്ലാഡറിലേക്ക് പോകും. ആൻഡ് യൂറിനറി ബ്ലാഡർ ഈസ് എ ടെമ്പററി സ്റ്റോറേജ് ഫോർ യൂറിൻ. അത് ഒരുപാട് നേരത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല. ടെമ്പററി സ്റ്റോറേജ് ഫോർ യൂറിൻ ആണ് യൂറിനറി ബ്ലാഡർ. അപ്പൊ ഇത്രയും സംഭവമാണ് ഇതിനകത്ത് ഉള്ളത്. നെഫ്രോണിന്റെ സ്ട്രക്ചർ മനസ്സിലായോ? കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ജസ്റ്റ് സ്ട്രക്ചർ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ? ആ മാം. പക്ഷെ ഞാൻ ഇടയ്ക്ക് സംസാരിച്ചപ്പോ കട്ട് ചെയ്ത് വോയിസ് കട്ടായി വല്ലതും പോയായിരുന്നോ? ഓക്കെ, നിങ്ങൾക്ക് 9:30 വരെ അല്ലേ ക്ലാസ്? ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക്, ഒരു 10 minutes ബ്രേക്ക് എടുത്തോ. ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് അടുത്ത് തുടങ്ങാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ.
സോ എല്ലാവരും ഉണ്ടോ ഇവിടെ? സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന റെസ്പിറേറ്ററി സിസ്റ്റം ആണ് കേട്ടോ. ഇപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റം നോക്കുന്നതിന് മുന്നേ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രീതിങ് ആൻഡ് റെസ്പിറേഷൻ. ബ്രീതിങ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ശ്വാസം എടുക്കുകയും ശ്വാസം തിരിച്ച് വിടുകയും ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ബ്രീതിങ് എന്ന് പറയാം. ഇൻഹെയിലിംഗ് ആൻഡ് എക്സെയിലിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രീതിങ് എന്ന് പറയും. റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വാസം എടുത്ത് ആ ശ്വാസത്തിന് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടന്ന് ഓക്സിജൻ ബ്ലഡിലേക്ക് കലർന്ന് ആ ബ്ലഡിന് ആ ഒരു ഓക്സിജൻ കൊണ്ട് എന്ത് നടക്കും? ATP സിന്തസിസ് നടക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് respiration. So, breathing is basically the inhaling and exhaling of gases, and respiration is the process in which the gases are taken, exchange of gases are happening, and then energy is synthesized from those gases. അതിൽ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നതാണ്, സെല്ലുകളിൽ നടക്കുന്നതാണ്. മൈറ്റോകോൺട്രിയ എന്ത് ചെയ്യും? എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് എന്ത് ചെയ്യുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ റെസ്പിറേഷൻ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ഈ എനർജി നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? നമ്മുടെ ബോഡി ഡൈജഷൻ വഴി നമ്മൾ കുറെ ഗ്ലൂക്കോസിനെ അബ്സോർവ് ചെയ്ത് വെച്ചിട്ടില്ലേ? ആ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? പൈറുവേറ്റ് ആയിട്ട് മാറും. സോ ഗ്ലൂക്കോസ് ഈസ് എ 6 കാർബൺ മോളിക്യൂൾ. ഗ്ലൂക്കോസ് എന്ന് പറയുന്നതിൽ 6 കാർബൺ ഉണ്ട്. 6 കാർബൺ ജോയിൻ ചെയ്തിട്ടാണ് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഗ്ലൂക്കോസ് സൈറ്റോപ്ലാസത്തിൽ വെച്ച്, ഇത് ചോദ്യം മൾട്ടിപ്പിൾ ടൈംസ് വന്നിട്ടുണ്ട്. ഗ്ലൂക്കോസ് 6 കാർബൺ മോളിക്യൂൾ 3 കാർബൺ മോളിക്യൂൾ ആവുന്നത് എവിടെ വെച്ചിട്ടാണ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. സോ ഗ്ലൂക്കോസ് ഇസ് എ 6 കാർബൺ മോളിക്യൂൾ വിച്ച് ടേൺസ് ടു പൈറുവേറ്റ് വിച്ച് ഇസ് എ 3 കാർബൺ മോളിക്യൂൾ ഇൻ എവിടെ? സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, പൈറുവേറ്റ് എന്ന് പറഞ്ഞ 3 കാർബൺ മോളിക്യൂൾ ആയി. ഇനി ഈ പൈറുവേറ്റ് പല രീതിയിൽ എന്തുണ്ടാവാം? എനർജി ഉണ്ടാക്കാം. ഒന്നെന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ആബ്സെൻസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ ദർ ഈസ് നോട്ട് ഈവൻ എ സ്പെക്ക് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ഒട്ടും തന്നെ ഇല്ലാത്ത കണ്ടീഷനെയാണ് നമ്മൾ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്തെന്നും പറയും? അനൈറോബിക് എന്നും പറയും. അനൈറോബിക് റെസ്പിറേഷൻ എന്നും പറയും. ഓക്കെ, സോ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ഈസ് ഓൾസോ കോൾഡ് അനൈറോബിക് റെസ്പിറേഷൻ. അപ്പൊ ഇത് നടക്കുന്നത് എവിടെയാണ്? ഈസ്റ്റിലാണ്. നമ്മൾ ഫെർമെന്റേഷൻ ഒക്കെ ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ നടക്കുന്ന ഒരു process ആണ്. So fermentation, these are all having anaerobic condition. So what is anaerobic condition? Anaerobic condition means it is the absence of oxygen. So absence of oxygen il എന്തൊക്കെയാണ് ഉണ്ടാവുന്ന? ethanol plus carbon dioxide plus energy ആണ് ഉണ്ടാവുന്നത്. So pyruvate absence of oxygen il ഈസ്റ്റിലാണ് നടക്കുന്നത്. എന്തുണ്ടാവും? ethanol plus carbon dioxide plus energy. ethanol എന്ന് പറയുമ്പോൾ നമ്മുടെ ആൽക്കഹോൾ ഉണ്ടാവുന്നത് ഈ ഒരു പ്രോസസ്സിലാണ്. ഫെർമെന്റേഷൻ വഴി അല്ലെങ്കിൽ അനൈറോബിക് പ്രോസസ്സ് വഴിയാണ് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും എനർജിയും ഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതേ പൈറുവേറ്റ് തന്നെ ഹ്യൂമൻ മസിൽ സെൽസിൽ, നമ്മുടെ മസിൽ സെൽസിൽ ഓക്സിജന്റെ കുറവ് കാരണം നമ്മൾ ഒരുപാട് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അഥവാ അവിടെ എത്തുന്ന ഓക്സിജന്റെ എമൗണ്ട് കുറവാണെങ്കിൽ, ലാക്ക് ഓഫ് ഓക്സിജൻ കാരണം, there will be oxygen present but the oxygen content will be less. Due to lack of oxygen, it forms lactic acid and energy. So lactic acid എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് എന്തിന് കാരണമാകുന്നത്? മസിൽ ക്രാംസിന് കാരണമാകുന്നത് ലാക്റ്റിക് ആസിഡ് ആണ്. മസിൽ ക്രാംസ്, നമ്മൾ ഈ എന്താ പറയാ, കോച്ചി പിടിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ മസിൽ ക്രാംസിന് കാരണമാകുന്നത് ഈ മസിൽസിൽ ലാക്റ്റിക് ആസിഡിന്റെ അക്യുമുലേഷൻ ഉണ്ടാവുമ്പോഴാണ് മസിൽ ക്രാംസ് ഉണ്ടാവുന്നത്. ഈ ലാക്റ്റിക് ആസിഡ് എവിടുന്ന് വരുന്നു? മസിൽ സെൽസിൽ ഓക്സിജന്റെ അഭാവത്തിലല്ല, ഓക്സിജന്റെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് ലാക്റ്റിക് ആസിഡ്. പ്ലസ് അവിടെയും എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ പ്രസന്റ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഇതെവിടെയാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിലാണ് ഇത് നടക്കുന്നത്. അവിടെ എന്ത് റിലീസ് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് എനർജി. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയും റിലീസ് ചെയ്യുന്നു. ഈ റിലീസ് ചെയ്യുന്ന വാട്ടർ ഉണ്ടല്ലോ, ഇതാരായിരിക്കും എടുത്തോണ്ടോ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും വാട്ടർ ആയാലും ATP ആയാലും എല്ലാം ക്യാരി ചെയ്യുന്നത് ആര് തന്നെയാണ്? ബ്ലഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ? ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ബൈ വേരിയസ് പാത്വേസ്.
ഇപ്പൊ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ 6 കാർബൺ മോളിക്യൂൾ ആണ്. അത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് പൈറുവേറ്റ് 3 കാർബൺ മോളിക്യൂൾ ആയ പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. എന്നിട്ട് ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, ഇപ്പൊ ഈസ്റ്റ് ചില സ്പെസിഫിക് ആയിട്ടുള്ള ചിലയിടങ്ങളിൽ ഫെർമെന്റേഷൻ പോലുള്ള പ്രോസസ്സുകളിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ അവിടെ എന്തില്ല, ഓക്സിജന്റെ പ്രസൻസ് ഇല്ല. അതിനെ നമ്മൾ അനേറോബിക് കണ്ടീഷൻ എന്ന് പറയും. അനേറോബിക് കണ്ടീഷനിൽ അതെന്താണ് തരുന്നത്, പൈറുവേറ്റ് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും എനർജിയും ആയിട്ട് മാറുന്നു. ലാക്ക് ഓഫ് ഓക്സിജന്റെ പ്രസൻസിൽ പൈറുവേറ്റ് എന്തായിട്ട് മാറും, ലാക്ടിക് ആസിഡും എനർജിയുമായിട്ട് മാറുന്നു. എയറോബിക് കണ്ടീഷൻ അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ഓക്സിജന്റെ കണ്ടീഷൻസിൽ മൈറ്റോകോൺട്രിയൽ സെല്ലിൽ എന്തായിട്ട് മാറും, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയുമായിട്ട് മാറുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആൻറ്റി. ഓക്കെ. അപ്പൊ ഇനിയാണ് നമ്മൾ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഇപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റം നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നതാണ് നമ്മുടെ നേസൽ ക്യാവിറ്റി. നേസൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ നോസ്ട്രില്, നേസൽ ക്യാവിറ്റി, ഇതെല്ലാം ഈ ഭാഗമാണ്. നേസൽ ക്യാവിറ്റിയിൽ നടക്കുന്ന എന്താണ്, ഇപ്പൊ നമ്മൾ എടുക്കുന്ന ശ്വാസം, നമ്മൾ ശ്വാസം എടുക്കുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും, അതിലുള്ള നേസൽ ക്യാവിറ്റി ഓർ നോസ്ട്രിൽസിൽ എന്തുണ്ടാവും, ദർ വിൽ ബി ഫൈൻ സീലിയ. നമ്മുടെ നേസൽ ക്യാവിറ്റിയിൽ നമ്മൾ പഠിച്ചായിരുന്നു, സീലിയേറ്റഡ് എപ്പിത്തീലിയം നേസൽ ക്യാവിറ്റിയിൽ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ സീലിയ, ഫൈൻ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള സീലിയ അല്ലെങ്കിൽ മ്യൂക്കസ് എവിടെ കാണും, ഈ നേസൽ ക്യാവിറ്റിയിൽ ഉണ്ടാവും. സോ ദിസ് വിൽ കോസ് ഫോർ വാട്ട്, അതിനെ എന്ത് ചെയ്യാനായിട്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എയറിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് പ്യൂരിഫൈ ആയിട്ടുള്ള എയർ ഏത് വഴി പോവും, നമുക്കിവിടെ ഫാരിങ്സ് ഉണ്ട്, ലാരിങ്സ് ഉണ്ട്, ട്രക്കിയ ഉണ്ട്. ട്രക്കിയ is then divided into 2 portions which is called bronchi. Bronchi എന്ന് പറയുന്ന 2 portions ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ bronchi again ഡിവൈഡ് ചെയ്ത് bronchioles ആവുന്നുണ്ട്. അതിവിടെ കാണിച്ചിട്ടില്ല കേട്ടോ. bronchi again divides it into bronchioles ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ ഇത് വിൻ പൈപ്പ് ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. രണ്ടും റൈറ്റ് ബ്രോങ്കയും ലെഫ്റ്റ് ബ്രോങ്കയും ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ റൈറ്റും ലെഫ്റ്റും ബ്രോങ്കൈ ഫർദർ ആയിട്ട് മൾട്ടിപ്പിൾ കുഞ്ഞി ഇതായിട്ട് ഡിവൈഡ് ചെയ്യും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, ബ്രോങ്കിയോൾസ് എന്ന് പറയാം. ഈ ബ്രോങ്കിയോൾസ് ഡിവൈഡ് ചെയ്ത് അതിന്റെ എൻഡില് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. ഈ സാക്ക് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് ആൽവിയോളൈ. ഓക്കെ, ആൽവിയോളൈ. ഇതെല്ലാം എവിടെയാണ് ഉള്ളത്, നമ്മുടെ ലങ്സിലാണ് ഇതെല്ലാം ഉള്ളത്. ഓക്കെ, സോ ദിസ് റീജിയൻ, ഈ റീജിയനെ നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്, റാ ഷേപ്പിലുള്ള ഒരു റീജിയൻ ആണ് ഡയഫ്രം എന്ന് പറയുന്നത്. സോ അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ളത്. ഇപ്പൊ ഇതിന്റെ ഓർഡർ നോക്കി വെക്കണം. അതായത് നേസൽ ക്യാവിറ്റി, നോസ്ട്രിൽ, അത് കഴിഞ്ഞ് ആരിലാണ് വരുന്നത്, ഫാരിങ്സ് ആണോ ലാരിങ്സ് ആണോ എന്നുള്ളത് നോക്കി വെക്കുക. ആദ്യം വരുന്നത് ഫാരിങ്സ് വഴിയാണ്. ഈ ഫാരിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിനും വിൻഡിനും കോമൺ ആയിട്ടുള്ള ഒരു വഴിയാണ് ഫാരിങ്സ്. ഈ ഫാരിങ്സിൽ ഒരു ഫ്ലാപ്പ് ഉണ്ട്. ആ ഫ്ലാപ്പിനെ പറയുന്ന പേരാണ് എപ്പിഗ്ലോട്ടിസ്. ഈ എപ്പിഗ്ലോട്ടിസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫുഡ് വിൻ പൈപ്പിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ തടയുന്നത് ഈ എപ്പിഗ്ലോട്ടിസ് ആണ്. സോ ഫാരിങ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് വിൻഡ്. Okay, then here you can see this region, this is called epiglottis. അപ്പൊ നമ്മളെ ഈ എപ്പിഗ്ലോട്ടിസ് എന്ത് ചെയ്യും, എപ്പിഗ്ലോട്ടിസ് ഫുഡ് നമ്മുടെ നമ്മുടെ വിൻ പൈപ്പിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നോക്കുന്നുണ്ട്. ദെൻ ഹിയർ യു ക്യാൻ സീ ദ ലാരിങ്സ്. ഇവിടെയാണ് നിങ്ങൾക്ക് ലാരിങ്സ് കാണുന്നത്. ലാരിങ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ വോയിസ് ബോക്സ്. വോയിസ് ബോക്സ് എന്ന് പറയുന്നത് ആരെയാണ്, അല്ലെങ്കിൽ സൗണ്ട് ബോക്സ് എന്നോ അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്നോ പറയുന്നത് ലാരിങ്സിനെയാണ്. വോയിസ് ബോക്സ് എന്ന് പറയുന്നത് ലാരിങ്സിനാണ്. അത് കഴിഞ്ഞ് ട്രക്കിയ എന്ന് പറയുന്നത് എന്താണ്, ട്രക്കിയ എന്ന് പറയുന്നത് വിൻ പൈപ്പ് ആണ്. വിൻ പൈപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. യു ക്യാൻ സീ കാർട്ടിലേജിനസ് സി ഷേപ്ഡ് റിങ്സ്. സി ഷേപ്പിലുള്ള റിങ് പോലുള്ള ബോണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാർട്ടിലേജിനസ് റിങ്സ് ആണ്, സി ഷേപ്പിലുള്ള റിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് റിങ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദ സ്ട്രക്ചർ ഓഫ് ദി വിൻ പൈപ്പ്. ഇപ്പൊ വിൻ പൈപ്പ് എന്ന് പറഞ്ഞ ഒരു പൈപ്പ് പോലത്തെ ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരു പൈപ്പ് പോലത്തെ ഒരു ഐറ്റം ആണ്. അപ്പൊ അത് കൊളാപ്സ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ഈ സി ആയിട്ടുള്ള റിംഗ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് അവിടെ കാണുന്നത്. ഇങ്ങനെ ട്രക്കിയ വന്നതിന് ശേഷം ഇറ്റ് ഡിവൈഡ്സ് ഇൻറ്റു 2, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നമ്മുടെ ലങ്സ് എന്ന് പറയുന്നത് നമ്മുടെ റിബ് കേജില്
എൻക്ലോസ്ഡ് ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഈ മെയിൻ വിൻഡ് പൈപ്പിനെ പറയുന്ന പേരാണ് ബ്രോങ്കൈ എന്ന് പറയും. നമ്മൾ ബ്രോങ്കൈ എന്ന് പറയുന്നത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ബ്രോങ്കൈ പിന്നെയും ഡിവൈഡ് ചെയ്ത് കുഞ്ഞി കുഞ്ഞി പൈപ്പുകളാവുന്ന അതിനെ പറയുന്ന പേരാണ് എന്ത്? ബ്രോങ്കിയോൾസ്. ഓക്കെ, ബ്രോങ്കിയോൾസ് എന്ന് പറയും. ഈ ബ്രോങ്കിയോൾസിന്റെ അറ്റത്തായിട്ട് there is a sac like structure which is called alveoli. Okay, this sac like structure is called alveoli. ഈ ആൽവിയോളയിലാണ് എന്ത് നടക്കുന്നത്? gaseous exchange നടക്കുന്നത് ആൽവിയോളയിലാണ്. സോ ഇതാണ് സ്ട്രക്ചർ ഓഫ് ദി റെസ്പിറേറ്ററി സിസ്റ്റം. സോ വെൻ യു ആർ ടേക്കിംഗ് ആൻ ആൽവിയോളെ, നിങ്ങളിപ്പോൾ ഒരു ആൽവിയോള എടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ സാക്ക് പോലെ ആയിരിക്കും ആൽവിയോള ഉണ്ടാവുക. ഈ ആൽവിയോളയുടെ ചുറ്റും എന്തുണ്ടാവും? there will be കാപ്പിലറീസ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ഉണ്ടാവും. ഇപ്പൊ ഇത് പോകുന്നത് ഒരു കാപ്പിലറി ആണെന്ന് വെച്ചോ. ഇതിൽ കൂടെ പോകുന്നത് എന്തായിരിക്കും? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും ഇതിൽ കൂടെ പോവുക. അപ്പൊ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ അതിൽ എന്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ആൻഡ് ആൽവിയോളയിൽ ഇപ്പൊ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴത്തേക്കും ആൽവിയോളയിൽ എന്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക? ഓക്സിജൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഇത് വെൻ വി ബ്രീത്ത് എയർ, ദ എയർ വിൽ കൺസിസ്റ്റ് ഓഫ് nitrogen, oxygen, carbon dioxide and all other gases. So which gas is in the largest amount in atmospheric air? Which gas is in largest amount in atmospheric air? ഏതാണ്? ഏതാ? നൈട്രജൻ. അതെ, ഏകദേശം 71% എന്താണുള്ളത്? 78ആണോ 71ആണോ? 78 78% നൈട്രജനും 21% ഓക്സിജനും ബാക്കിയെല്ലാം പോയിന്റ് പെർസെന്റേജിലാണ് കാണുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ശ്വാസത്തിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നൈട്രജൻ, ഓക്സിജൻ ആൻഡ് എവറിഥിങ്. ബട്ട് വെൻ വി കമ്പയർ ഇറ്റ് ടു ദി concentration of carbon dioxide, the carbon dioxide in the air that we intake will be lesser than the carbon dioxide in the blood. So what will happen? The carbon dioxide in the blood will move to the alveoli and oxygen in the alveoli will move to the capillaries because of change in concentration. Appo capillaries le carbon dioxide in the concentration is higher, while in alveoli concentration of carbon dioxide is lesser. So carbon dioxide will move to alveoli, and in alveoli oxygen the concentration is higher, and in this capillaries oxygen the concentration is lesser. So oxygen will move to the capillaries. അങ്ങനെയാണ് this process of transfer of gases according to the concentration gradient is called exchange of gases. Exchange of gases. മനസ്സിലായോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇതിനാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് റെസ്പിറേഷനിൽ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ഈ ഡയഫ്രം നോർമലി റെസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ എന്തായിരിക്കും? റാ പോലെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് അതെന്താവും? റിബ്കേജ് എന്ത് ചെയ്യും? പ്രൊട്യൂഡ് ചെയ്യും. നമ്മളെ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യും, ഡയഫ്രം ഫ്ലാറ്റൻ ചെയ്യും, ലങ്സ് എക്സ്പാൻഡ് ചെയ്യും നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ. നമ്മൾ എക്സ്ഹേൽ ചെയ്യുന്ന സമയത്ത് ലങ്സ് കോൺട്രാക്ട് ചെയ്യും, ഡയഫ്രം എന്ത് ചെയ്യും? തിരിച്ചതിന്റെ പഴയ സ്പേസിലേക്ക് പോകും. സോ ദിസ് ഡയഫ്രം ഈസ് ദി മെംബ്രെയിൻ വിച്ച് വിൽ സെപ്പറേറ്റ് ചെസ്റ്റ് ക്യാവിറ്റി ഫ്രം അബ്ഡോമിനൽ ക്യാവിറ്റി. നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റി ആയിട്ടുള്ള ലിവർ, പാൻക്രിയാസ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക് ഇതൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് എന്ത്? ഡയഫ്രം എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ടീച്ചർ. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയും മതിയല്ലോ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിൽ ഒരു 3 ഇമേജ് ഇട്ടിട്ടുണ്ട്. ആ ഇമേജ് പോയി നന്നായിട്ട് വായിക്കുക. അതിൽ വോളിയൂംസും കിടപ്പുണ്ട്. ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, അത് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പൊ ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാല്
ഇപ്പം നമ്മൾ ശ്വാസം എടുക്കുമ്പോഴത്തേക്ക് അതിന് പലതരത്തിലുള്ള വോളിയൂംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് ടൈഡൽ വോളിയം എന്ന് ചോദിക്കാം. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ശ്വാസം എടുക്കില്ലേ, നോർമലി വെൻ വി ബ്രീത്ത് ഇൻ എക്സേലിംഗ് ആൻഡ് ഇൻഹേലിംഗ് ഓഫ് ഗ്യാസസ് നോർമലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വോളിയത്തിനാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയാം. ഇറ്റ് ഈസ് ദി നോർമൽ ഇൻഹേലിംഗ് ആൻഡ് എക്സേലിംഗ് ഓഫ് ഗ്യാസസ് ഇൻ അവർ ബോഡി. എഴുതിക്കോ, നിങ്ങൾ എഴുതിക്കോ ടൈഡൽ വോളിയം. Tidal volume is the air inhaled or exhaled during a normal breath. The air inhaled or exhaled during a normal breath. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്യുമ്പോൾ ഉള്ള എയറിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 500 ml വരെ, 500 milliliter വരെയാണ് എന്തിന്റെ വാല്യൂ, ടൈഡൽ വോളിയത്തിന്റെ വാല്യൂ. എഴുതുന്നുണ്ടോ എല്ലാവരും? ഓക്കെ, 500 ml ആണ് ടൈഡൽ വോളിയത്തിന്റെ വാല്യൂ. അടുത്തതുള്ളത് IRV, അതായത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സാധാരണയായി ശ്വാസം വലിച്ചെടുത്തതിന് ശേഷം എക്സ്ട്രാ നമ്മൾ വീണ്ടും കുറെ കൂടെ വലിച്ചു കയറ്റത്തില്ലേ, മീൻസ് കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വലുത് ലോങ് ബ്രെത്ത് ഒക്കെ എടുക്കുന്ന സമയത്ത് നോർമലി നമ്മൾ ശ്വസിക്കുന്നതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ നമ്മൾ കുറച്ച് എക്സ്ട്രാ എയർ നമ്മൾ ഇൻഹെയിൽ ചെയ്യില്ലേ, അത് ആ വോളിയത്തിനെ പറയുന്ന പേരാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. എഴുതിക്കോ, എക്സ്ട്രാ എയർ that can be inhaled, extra air that can be inhaled after a normal inspiration. Extra air that can be inhaled after a normal inspiration. 2500 to 3000 ആണ് എന്ത്, ഇതിന്റെ നോർമൽ ഇൻസ്പിറേഷണൽ റിസർവ് വോളിയം എന്ന് പറയുന്നത്. 2500 to 3000 milliliters ആണ്. ഓക്കെ, അടുത്തത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഇങ്ങനെയാണെങ്കിൽ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്തായിരിക്കും, നിങ്ങൾ സാധാരണയായിട്ട് എക്സ്പയർ ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾ ദീർഘനിശ്വാസം വിടുന്നത് പോലെ ഫോഴ്സ്ഫുള്ളി ഒരു എക്സ്ട്രാ എയർ പുറത്തേക്ക് വിടുവാണ് എങ്കിൽ അതിനെ പറയുന്ന പേരാണ്, ആ വോളിയത്തിനെ പറയുന്ന പേരാണ് ERV അല്ലെങ്കിൽ എക്സ്പിറേറ്ററി റിസർവ് വോളിയം. എക്സ്പിറേറ്ററി റിസർവ് വോളിയം എഴുതിക്കോ. Extra air that can be forcefully exhaled after a normal expiration. ഓക്കെ, ഇതാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1000 to 1100 ആണ്, ഒരു 0 കൊടുത്ത് 1000 to 1100 milliliters ആണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഓക്കെ, ദെൻ ലാസ്റ്റ് ഉള്ളതാണ് റിസർവ് വോളിയം എന്ന് പറയും. റെസിഡ്യുവൽ വോളിയം എന്ന് പറയും. റെസിഡ്യുവൽ വോളിയം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ മാക്സിമം എക്സ്പിറേഷൻ കഴിഞ്ഞതിന് ശേഷം, ശ്വാസം മാക്സിമം പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം സ്റ്റിൽ ദർ വിൽ ബി എൻ എമൗണ്ട് ഓഫ് എയർ വിച്ച് വിൽ ബി ലെഫ്റ്റ് ഓൺ യുവർ ലങ്സ്. കാരണം അത്രയും എയർ ലങ്സിൽ ഇല്ല എങ്കിൽ എന്ത് പറ്റും, ലങ്സ് കൊളാപ്സ് ആയി പോവും. അതായത്
അതിന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, അത് ഡിസ്റ്റേബിൾ ആയിട്ട് പോകും. അപ്പൊ അങ്ങനെ ലങ്സ് കൊളാപ്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ദർ ഈസ് എ എമൗണ്ട് ഓഫ് എയർ ദാറ്റ് റീറ്റെയിൻസ് ഇൻ യുവർ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് റെസിഡ്യൂവൽ വോളിയം. എഴുതിക്കോ, എയർ ലെഫ്റ്റ് in the lungs, air left in the lungs after maximum forced expiration. Air left in the lungs after maximum forced expiration. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1100 to 1200 ml ആണ്. 1100 to 1200. ഓക്കെ, പിന്നെ കുറച്ച് കപ്പാസിറ്റീസ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇപ്പൊ ഇട്ടേക്കാം, അതും കൂടെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, കുറച്ച് കപ്പാസിറ്റീസും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം മാക്സിമം ശ്വാസം എടുക്കാൻ പറ്റും, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈഡൽ വോളിയത്തിന്റെ കൂടെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം കൂടെ കൂട്ടുന്നതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ എക്സ്പിറേറ്ററി റിസർവ് വോളിയത്തിന്റെ കൂടെ റെസിഡ്യൂവൽ വോളിയം കൂടെ കൂട്ടുന്നതാണ് ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയവും നമ്മുടെ ടൈഡൽ വോളിയവും ERVയും കൂടെ ചേർക്കുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ഓക്കെ, ക്ലിയർ? ഓക്കെ, ശരി എന്നാ എല്ലാരും ഒന്ന് പോയി വായിക്കണം കേട്ടോ, ഈ അയച്ചേക്കുന്നൊക്കെ വായിക്കണേ. ഓക്കെ ടീച്ചർ. Okay, ma'am. Thank you. ടാറ്റാ. ബൈ Bye, ടീച്ചർ. ma'am. Thank you, ma'am. Bye, ma'am. Thank you, teacher.